മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വനാഥന്റെ ആത്മാവ് അകത്ത് കയറിയതോട് തന്നെ പ്രതാപന്റെ സമനില ഏകദേശം തെറ്റിയ അവസ്ഥയിലാണ്. അത് മനസ്സിലാക്കുന്ന കരുണയും മുത്തശ്ശിയും ഒരുപാട് പേടിക്കുന്നുണ്ട്. സത്യകളെക്കാരും ദുർഗയും ഉണ്ണിയും പറഞ്ഞാൽ അതോടുകൂടിയിട്ട് എല്ലാം അവസാനിക്കും. എന്തായാലും വാമദേവനാണ് തന്നെ കൊണ്ട് ഈ ഒരു കുറ്റകൃത്യം ചെയ്യിച്ചതെന്ന് അയാൾ പറയുന്നുണ്ട്. അത് കരുണ ഉറപ്പുവരുത്തുന്നു. കണ്ണനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം. എങ്കിൽ മാത്രമേ വിശ്വനാഥന്റെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കുകയുള്ളൂന്നും അതുകൊണ്ട് കണ്ണനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് പ്രതാപൻ പിച്ചും പേയും വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയം മാർക്കോയോട് അമ്മ പറയുകയാണ്, ഇനിയാണ് നീ ഒരുപാട് സത്യങ്ങൾ അറിയാനായിട്ട് പോകുന്നത്. പ്രതാപനെ കാണാനായിട്ട് ചെല്ലണം. മഹാലക്ഷ്മിക്കും കണ്ണനും കൂടുതൽ കാവലായിട്ട് തുടരണമെന്നൊക്കെ. എന്തായാലും മാർക്കോയാണെങ്കിൽ ആദ്യം കാണാൻ ചെല്ലുന്നത് ഉണ്ണിയാണ്. മേഘനാഥന്റെ അവസ്ഥ പോലെ വരണ്ടെങ്കിൽ കുറച്ച് ഒതുങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും നിന്റെ അമ്മായച്ചൻ പ്രതാപൻ അയാൾ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഈ പരിപാടിയെല്ലാം നിർത്തി മര്യാദയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ മേഘനാഥനെ ഇടിച്ചിട്ടതുപോലെ തന്നെ നിന്നെയും ഞാൻ തീർക്കുമെന്നൊക്കെ മാർക്കോ വെല്ലുവിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിയിൽ ഉണ്ണി പേടിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ വരുന്നവരോടും പോകുന്നവരോടൊക്കെ തന്നെ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്, താനാണ് ലോറി ഇടിച്ച് വിശ്വനാഥനെ കൊന്നതെന്നൊക്കെ. എന്തായാലും ഡോക്ടേഴ്സ് എല്ലാവരും അയാളുടെ സമനില തെറ്റിയത് കൊണ്ട് തന്നെ വലിയ കാര്യമാക്കുന്നില്ലെങ്കിലും മാർക്കോയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് എത്തുന്നു. അങ്ങനെ മാർക്കോയെ കാണുമ്പോൾ പ്രതാപന് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. കാരണം അയാൾക്ക് സ്വബോധമില്ലല്ലോ. എന്തായാലും മാർക്കോയെ കാണുമ്പോൾ തന്നെ, ആ മാർക്കോ, നീ എത്തിയോ, ഇങ്ങോട്ട് വന്നേ, നിന്നോട് എനിക്ക് വലിയൊരു രഹസ്യം പറയാനുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ തടയുന്നുണ്ട്. വേണ്ട മോനെ, മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മോനെ മിണ്ടാതിരിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്തിനാ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്? അവരെന്ത് തെറ്റാടോ തന്നോടൊക്കെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ മാർക്കോയുടെ കാല് പിടിക്കുന്നുണ്ട്. അമ്മ ഒന്നും തടയാൻ നിൽക്കണ്ട, തല്ലിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ. ഇതേ മോനെ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മിയെയും മാത്രമല്ലടാ ഞാൻ ലോറി ഇടിച്ചു കൊന്നത്. കണ്ണന്റെ അച്ഛനുണ്ടല്ലോ, ആ വിശ്വനാഥൻ, അവനെയും കൊന്നത് ഞാനാണെന്നേ. കണ്ണനെയും മഹാലക്ഷ്മിയെയും അങ്ങനെ തീർത്ത് കളയാമെന്ന് വിചാരിച്ചത്, പക്ഷേ സാധിച്ചില്ല. ഞാനാ ആ വിശ്വനാഥനെ കൊന്നത്. ആര് പറഞ്ഞിട്ടാണെന്നറിയോ? ആ വാമദേവൻ പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ മാർക്കോയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. താൻ എന്താ ഇപ്പം പറഞ്ഞ്? അതേ മോനെ, സത്യ പറഞ്ഞത്. കണ്ണൻ്റെ അച്ഛനെ അതുകൊണ്ടാണ് എൻ്റെ പുറകെ നടക്കുന്നത്. സത്യമായിട്ടും വിശ്വനാഥനെ കൊന്നത് ഞാനാ. അവനെ കൊന്നതിൽ ഞാനിപ്പോൾ വല്ലാത്ത കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് വിശ്വനാഥൻ മാപ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപൻ കരയുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ്. മാർക്കോയ്ക്കാണെങ്കിൽ ശരിക്കും വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നുന്നത്. മാർക്കോ വേഗം തന്നെ പ്രതാപന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. എടാ ദ്രോഹി, നീയായിരുന്നോ അപ്പോൾ കണ്ണൻ സാറിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? അതേ മോനെ, ഞാനും വാമദേവനും തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ മാർക്കോ പ്രതാപനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ, എടമോനെ വേണ്ട, അവൻ അല്ലെങ്കിൽ ഏകദേശം മരിച്ച നിലയ്ക്കാണ് ഇരിക്കുന്നത്, നീ ഒന്ന് വിട്ടുപോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയെ പിടിച്ച് മാറ്റുകയാണ്. ദേ, ഇത് സത്യമാണെങ്കിൽ ഞാനുണ്ടല്ലോ നിങ്ങൾ ആരെയും വെറുതെ വിടില്ലെന്ന് പറയുമ്പോൾ സത്യമാണെന്നേ. ഇതേ നോക്ക്, നീ ആ മഹാലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, അവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. എന്ത്, മഹാലക്ഷ്മിക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്നോ? മാർക്കോ വീണ്ടും ഞെട്ടുന്നു. അതേടാ, എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. അവളോടെല്ലാം അവളാണ് ഈ ഒരു കാര്യത്തിൻ്റെ ദൃക്സാക്ഷി, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ മാർക്കോയ്ക്ക് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെങ്ങാനും സത്യമാണെങ്കിൽ ഞാൻ വീണ്ടും വരും, നിന്നെ ഒരിക്കൽ കൂടി കാണാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ നേരെ ചെല്ലുന്നത് മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ടാണ്. മഹാലക്ഷ്മി വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തൻ്റെ അരികിലേക്ക് വരണമെന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നൊക്കെ. അങ്ങനെ മഹി എത്തുന്നുണ്ട്. മഹിയോട് കാണുമ്പോൾ തന്നെ മാർക്കോ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, വിശ്വനാഥൻ്റെ മരണത്തിന് കാരണം ഈ കിടക്കുന്ന പ്രതാപനാണോ എന്ന്. അതേ എന്നിങ്ങനെ ഒരു ഇതില്ലാതെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. എന്തായാലും അവൾക്കാണെങ്കിൽ അത് ആദ്യം വലിയൊരു ഷോക്ക് ആവുന്നുണ്ടെങ്കിലും സത്യങ്ങൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുകയാണ്. ഇതെങ്ങനെ തീ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അയാളിപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്തുകൊണ്ടും അത് നന്നായി, സത്യങ്ങൾ ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ മഹിയോട് മാർക്കോ പറയുന്നു. പിന്നെ എന്തിനാ മഹാലക്ഷ്മി ഇതിങ്ങനെ മറച്ചു പിടിച്ച് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ 4-ാമത്തെ വയസ്സിലായിരുന്നു ആ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അന്നാണ് കണ്ണേട്ടന് തൻ്റെ നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടത്. കണ്ണേട്ടൻ്റെ ജീവന് തുല്യമായിട്ടുള്ള അച്ഛനെ നഷ്ടപ്പെട്ടത്. പിന്നെ എന്നെ വിവാഹം ആലോചിച്ച് വരുമ്പോഴാണ് കണ്ണേട്ടനെ പിന്നീട് ഞാൻ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു
സത്യങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ അറിയുമെന്ന്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് അറിയുമെന്ന് വിചാരിച്ചില്ല. കണ്ണൻ സാറിനോട് പിന്നെ എന്തിനാ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നതെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞാൽ ശരിയാവില്ല. കണ്ണേട്ടൻ എന്നെ വെറുത്ത് കളയും. കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതറിയുകയാണെങ്കിൽ ഞാൻ മറച്ചു വെച്ചതല്ലേ ഏറ്റവും വലിയ തെറ്റാവുക. കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നതും. പലരും സ്വത്തിൽ മോഹിച്ചിട്ടും മറ്റുമൊക്കെയാണെന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചപ്പോഴും എൻ്റെ മനസ്സിനറിയാമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടിയിട്ട് കയറി വന്നതെന്ന്. പക്ഷെ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എൻ്റെ കണ്ണേട്ടൻ ഞാൻ വന്നതോട് കൂടിയിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. നടക്കാനുള്ള ആ ഒരു ശേഷി തിരിച്ചു കിട്ടി. അതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് കണ്ണേട്ടന് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത്. അത് ഞാൻ എങ്ങനെയാണ് മാർക്കോ കണ്ണേട്ടനോട് തുറന്നു പറയുക? എൻ്റെ രണ്ടാനച്ഛൻ ക്രൂരനായിട്ടുള്ള അയാൾ കൊന്നു തള്ളിയത് കണ്ണേട്ടൻ്റെ എന്നേക്കുമായിട്ടുള്ള താങ്ങും തണലായിരുന്നു. അങ്ങനെ വാമദേവനാണ് ഇതിന് പിന്നിലുള്ള സത്യം കൂടിയും മാർക്കോ പറയുന്നു. എന്തായാലും കണ്ണൻ സാറിനെ കണ്ട് സത്യങ്ങൾ വിളിച്ചു പറയണമെന്നാണ് ആ പ്രതാപൻ പറയുന്നത്. സാറ് സത്യങ്ങൾ അറിയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ മാർക്കോയും പറയുന്നു. എന്തായാലും ഇതൊക്കെ കേട്ടും മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.